ജിമ്മിൽ സ്കൽ ക്രഷർ ചെയ്യാത്തവരായിട്ട് ആരും കാണത്തില്ല. എന്നാൽ സ്കൽ ക്രഷർ ചെയ്തതിന് ശേഷം എൽബോയിൽ പെയിൻ ഉണ്ടാവാറുണ്ടെന്ന് എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട്. കുറച്ചു പേർക്കെങ്കിലും ഈ പെയിൻ ഉണ്ടാവാറുണ്ട്. അത് നീണ്ട നാൾ നിൽക്കുകയും ചെയ്യും. എന്തായിരിക്കും ഈ സ്കൽ ക്രഷർ ചെയ്ത ശേഷം ഉണ്ടാകുന്ന പെയിൻ കാരണം? നമ്മുടെ എൽബോയ്ക്ക് ഒരു സ്വാഭാവിക ചലനമുണ്ട്. ആ സ്വാഭാവിക ചലനത്തിന് എതിരായിട്ടാണ് നമ്മൾ ഈ സ്കൽ ക്രഷർ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ എൽബോ പെയിൻ ഉണ്ടാകുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതിനായിട്ട് നമ്മൾ എൽബോ ജോയിന്റ് മനസ്സിലാക്കണം. ബയോമെക്കാനിക്കലി നമ്മുടെ എൽബോ ജോയിന്റ് നിവരാനും മടങ്ങാനും സഹായിക്കുന്ന ഒരു ഷേപ്പ്, ടോക്ലിയുടെയും ക്യാപില്ലത്തിന്റെ ഒരു ഷേപ്പ്, ഒരു അസിമെട്രിക്കൽ സിലിണ്ടറിക്കൽ ഷേപ്പ് ഞാൻ മുമ്പൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ആ ഷേപ്പാണ് നമ്മുടെ ഈ കൈയുടെ ചലനം ഒരു ഡയഗണൽ പൊസിഷനിലേക്ക് ഇരിക്കുന്നത്. ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ നമ്മൾ ബാർബൽ ഉപയോഗിച്ച് സ്കൽ ക്രഷർ ചെയ്യുന്ന സമയം, W4 ഏതോ ആയിക്കോട്ടെ, ചെയ്യുന്ന സമയം ബാർബൽ ഒരു സജിറ്റൽ പ്ലെയിനിലായിരിക്കും മൂവ് ചെയ്യുന്നത്. പക്ഷെ എന്നാൽ നമ്മുടെ ഈ ടോക്ലിയുടെയും ക്യാപില്ലത്തിന്റെ ഒരു അസിമെട്രിക്കൽ സിലിണ്ടറിക്കൽ ഷേപ്പ് കാരണം നമ്മുടെ കൈ രണ്ട് ദിശയിലേക്ക് ഒരു ഡയഗണൽ പൊസിഷനിലേക്ക്, ഡയഗണൽ പ്ലെയിനിലേക്ക് തിരിയാനുള്ള ഒരു അവസ്ഥയുണ്ടാവും. പക്ഷെ ഇതിനെ ഈ ബാർബലിലൂടെ തടസ്സപ്പെടുത്തിയാണ്. ബാർബൽ ഫിക്സ് ആയിട്ട് നമ്മളവിടെ നമ്മൾ ആ റിസ്റ്റിനെ അവിടെ ഉറപ്പിച്ചിരുത്തിയാണ്. അതുമൂലം നമുക്ക് നമ്മൾ എൽബോ ജോയിന്റിലേക്ക് മീഡിയൽ ലാറ്ററൽ ഫോഴ്സസ് ഉണ്ടാക്കി ഭാവിയിൽ ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, എക്സസൈസ് ഭാവിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എൽബോ പെയിൻ ഉണ്ടാകാനുള്ള ചാൻസസ് വരാൻ ഇടയാക്കുകയും ചെയ്യും. അപ്പോൾ ചിലർ പറയും W4 ഉപയോഗിച്ച പോരെ എന്ന് പറയും. അല്ലെങ്കിൽ കൈ അടുപ്പിച്ച് പിടിച്ച് ചെയ്താൽ പോരെ, എൽബോ അടുപ്പിച്ച് പിടിച്ച്. ബാർ ഉപയോഗിച്ചാലും മേൽ പറഞ്ഞ കാര്യങ്ങളൊന്നും മാറുന്നില്ല. ബാർ നമ്മളൊരു ഫിക്സ് ആയിട്ടുള്ള ഒരു പ്ലെയിനിലേക്ക്, അല്ല ഫിക്സ് ആയിട്ട് നമ്മളെ കൈകളെ വെക്കുകയും റിസ്റ്റിനെ വെക്കുകയും ഒരു ഡയഗണൽ പ്ലെയിനിലേക്ക് നിന്നുള്ളതിനെ ഒരു സജിറ്റൽ പ്ലെയിനിലേക്ക് മൂവ് ആവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മളിനി ഡമ്പൽ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാലും കൈ അടുപ്പിച്ച് പിടിച്ച് ഡമ്പൽ ഉപയോഗിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇന്റേണൽ റൊട്ടേഷനിലേക്ക് പോവുകയും ചെയ്യും ഹ്യൂമറസ്. കൈ അടുപ്പിച്ച് പിടിച്ച് ചെയ്യണമെങ്കിൽ. ഇപ്പൊ ഇവൻ ഡമ്പല് നമ്മൾ ഭാരം കൂട്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാവും. കൈ അടുത്തേക്ക് വരാൻ നോക്കും. ഭാരം കൂടുതലായതുകൊണ്ട് അത് ഗ്രാവിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഡ്രൈവ് ആവുന്നതുകൊണ്ട് കൈ അടുത്തേക്ക് വരാനും ഈ സ്വാഭാവിക ചലനത്തെ തടസ്സമാവുകയും ചെയ്യും. അപ്പൊ പിന്നെ എങ്ങനെ ട്രെയിൻ ചെയ്യാം? പലരുടെ സംശയമാണ്. നമുക്ക് ഡമ്പൽ ഉപയോഗിച്ച് തന്നെ ചെയ്യാം. സിംഗിൾ ആം ഡമ്പൽ ഉപയോഗിച്ച് ചെയ്യാം. രണ്ട് കൈ കൊണ്ടും ഡമ്പൽ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഭാരം ഉയർത്തുമ്പോൾ നേരത്തെ പറഞ്ഞ ഭാരം കൂടുതലായിട്ട് എടുക്കുമ്പോഴത്തേക്കും സമയത്തായിരിക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അല്ലാതെ പക്ഷേ ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ ഓവർ ഹെഡ് സിംഗിൾ ആം എക്സ്റ്റൻഷൻ, ഓവർ ഹെഡ് 2 ഹാൻഡ് എക്സ്റ്റൻഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന ദിശയിലായിരിക്കും അത് ചെയ്യേണ്ടത്. അപ്പം ചോദിക്കും, എന്തുകൊണ്ട് ഫങ്ഷണൽ ട്രെയിനിൽ ചെയ്യണം? ഫങ്ഷൻ ട്രെയിനിൽ നമ്മളൊരു ലൈൻ ഓഫ് ഫോഴ്സിന്റെ ദിശ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളെ സ്വാഭാവികതയെ നമ്മൾ തടസ്സപ്പെടുത്തുന്നില്ല. അത് ദിശ ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് മാറ്റങ്ങൾ വരുത്തി നമുക്കത് പെർഫോം ചെയ്യാൻ പറ്റും. ഞാൻ മുന്നൊരു വീഡിയോയിൽ അത് കാണിച്ചിട്ടുമുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് ചെല്ലുമെന്ന് പറയും, എനിക്ക് എൽബോ പെയിൻ ഉണ്ടാവാറില്ല, എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല. അപ്പം പറയാം, ഒരു നീണ്ട കാലത്തിലേക്ക് ഈ വർക്കൗട്ട് ഫോളോ ചെയ്ത് പോകുമ്പോഴത്തേക്ക് മാത്രമേ ഈ എൽബോ പെയിൻ കാണാറുള്ളൂ. എന്നിരുന്നാലും ചിലരുടെ എൽബോയുടെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ടോക്ലിയുടെ സ്കാപ്പുലത്തിന്റെ ഷേപ്പ് അതവിടെ കൊണ്ടുവരേണ്ടിയിരിക്കും. ആ ഷേപ്പിന്റെ വ്യത്യാസം അതുകൊണ്ട് ചിലപ്പം ചിലർക്ക് ചിലപ്പോൾ 1 കൊല്ലം കൊണ്ടുണ്ടാവാം, ചിലപ്പോൾ 2 കൊല്ലം കൊണ്ടുവരാം. അപ്പൊ അത് ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലപ്പോൾ ഇവർക്ക് കാണണമെന്നില്ല. ഈ പെയിൻ ഇല്ല എന്ന് പറയുന്നവർ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. പെയിൻ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അവരുടെ റിക്വസ്റ്റ് ആയിരുന്നു.